അമ്മരെ കണ്ടോ? ബ്ലാക്ക് കാറ്റ്സ്, അവർ ബ്ലാക്ക് കാറ്റ്സ്. ഗായ്സ് തിരിഞ്ഞു നോക്കൂ, കണ്ടോ കണ്ടോ ഗോവൻ ഗോവൻ. ഗായ്സ് നമുക്ക് ഇന്ന് ഓഫാണ്. എന്ത് ചെയ്യാൻ പോവാ? മുടി വെട്ടാൻ പോവാണ്. കണ്ടോളൂ, നല്ല അന്തരീക്ഷം, പക്ഷെ തണുപ്പുണ്ടെന്ന്. പാർക്കിലൊന്നും പോകാൻ പറ്റില്ല. തുറക്കൂ തുറക്കൂ. ഓ, വണ്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഗൈസ്. ഹെഡ്സെറ്റ് എന്താടാ, ക്ലീൻ ആക്കണം. ഇന്നല്ല, പിന്നെ എപ്പോഴെങ്കിലും. ഒന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല ഗൈസ്. വണ്ടി കയറിയിരിക്കട്ടെ. Safety must. So wear seat belt when you are driving. Okay. നമ്മൾ പോകുന്നു. നമ്മുടെ സ്പൾബർ റെഡി ആയിട്ടുണ്ട്. തെരുവുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ. തുടക്കം ശുഭം. UK നഗരമല്ല, ലണ്ടൻ സിറ്റി. ലണ്ടൻ നൈസ് വെതറാണ് ഗൈസ്. ബ്ലൂ സ്കൈ. പാർക്കിൽ പോകാൻ ആളില്ല, എല്ലാവരും പോയി കളിക്കാൻ. പച്ചെണ്ണ കയറി കൊടുത്തേനെ. വീടുകളൊക്കെ അപ്പാർട്ട്മെന്റ് ആണ്, വീട് എന്ന് പറയാൻ പറ്റില്ല. വീടുകളാണ്, ഒറ്റയ്ക്കുള്ള ഒരു വീട്. ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വണ്ടി. ഇതാണ് ഈസ്റ്റേൺ പാർക്ക്. ഗൈസ്, അങ്ങനെ നമ്മളത് വണ്ടി പാർക്ക് ചെയ്ത്. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ഫീ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ സെബിനെ പാർക്കിങ്ങിലെത്തി, സെബിനെ വണ്ടിയിലെത്തി. ഇനി ഞാൻ മുടി വെട്ടാൻ പോകുന്നു. നമ്മൾ ചെല്ലണം. ഇവിടെ അങ്ങനെയാണ് കണ്ടല്ലോ, കാർ പാർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര സീനാണ്. അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് സ്റ്റേ ചെയ്തിട്ട് പാർക്ക് ചെയ്യണം. പിന്നെ സെബിനോട് അവതരിക്കാൻ പറഞ്ഞു. ഇപ്പം എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പോകുന്നു, ഞാനിപ്പോൾ ആള് കഴിയുമ്പം ഞാൻ വെട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന കാറിൽ വെയിറ്റ് ചെയ്യുന്നു, സെബിൻ പോയി വെട്ടുന്നു. കുറേ ആഴ്ചകളായി ഇങ്ങനത്തെ ഒരു വെതർ കണ്ടിട്ട്. നല്ല നീലാകാശം, എല്ലാ ദിവസവും ഇവിടെ മഴയാണ്. മഴയും തണുപ്പും. നമ്മളില്ല കടയിലെ വെട്ടാൻ പോണേ. MJ സ്ഥലം. ഞാൻ തിരിച്ചതേ വീണ്ടും കാറിലോട്ട് പോവാ. കടയിൽ ഒത്തിരി ആൾ കൂടുതലുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. ഇപ്പൊ കാറിലിരുന്നു, കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളത് ഫെബിൻ്റെ അടുത്തേക്ക് വീട്. പാർക്കിംഗ് പേ ചെയ്തിട്ടാണോ പാർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തിട്ട് കാണാം.
ബുദ്ധിപൂർവം കാറ് ഉരുട്ടി ഫ്രണ്ടിലോട്ട് കയറ്റുക. പക്ഷെ ചേച്ചി ആരാ മോള്? ചേച്ചി ഫോണിൽ സംസാരിച്ചോണ്ട് നടക്കും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചേച്ചി ഞങ്ങളെ പാസ് ചെയ്ത് പോയി. ചേച്ചിക്ക് നമ്മളെ ആവശ്യമില്ലല്ലോ, നമ്മളല്ല ഇത് നോക്കണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വേണ്ടപ്പോൾ ഏകദേശം ഇതുവരെ കട്ടാൻ പറ്റില്ല. സാരഥി ഫെബിൻ പാർക്കുണ്ടോ? ഞാൻ കാണുന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റില്ല. യോഗ ചെയ്യുന്നുണ്ടോ? പുള്ളിപ്പുലിയുടെ നെറ്റിയില് കാട്ടിലെ ഉത്സവം കണ്ടിട്ട് എത്ര ടൈമായെന്നറിയോ? മുടി വെട്ടാൻ വന്നിട്ട് 2:30 ആയിപ്പോ. ഫെബിന് ഇപ്പോൾ പോയിട്ടുണ്ട് മുടി വെട്ടാൻ. ഇനി ഫെബിൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉറക്കവും വരുന്നു, ഒന്നും കഴിച്ചിട്ടേ ഇല്ല ഗൈസ്. അങ്ങനെ നീണ്ട നേരത്തെ കടത്തിനോട് ശരി മുടിയൊക്കെ കഴിഞ്ഞു. രാവിലെ എന്താ പറഞ്ഞത്? ഇനി ഞാൻ പോകുന്നു കാറ് ലോക്ക് ചെയ്തിട്ട്. നമ്മള് കാറിട്ട് ഈ ഫെബിനെ വരും. ഈ ഫെബിനെ കാർ ഏൽപ്പിക്കുക, നമ്മൾ ഇവിടെ പോവുക. എത്ര ടൈമാ പോയത്? ഇതാണ് ഒരു ഓഫ് ഡേ കിട്ടിയാൽ ഉറപ്പം. ഒരു ഓഫ് ഡേ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ആ ദിവസത്തെ പകുതി സമയം പോകും. അതെ, ഫെബിൻ തോമസ് മുടിയോട്ടി, സുന്ദരൻ, സുമുഖൻ കാറിന്റെ കീ നമ്മൾ കൈമാറുന്നു. അല്ലെ അവിടെ തന്നെ നടക്കും. ഇതിലെ ആൾക്കാരൊന്നും വന്നിട്ടില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. നോക്കോ, ഇനി ഫെബിനാണ് ഗാർഡ് ചെയ്യാൻ പോകുന്നത് കാർ. അങ്ങോട്ട് ചെല്ല് അങ്ങോട്ട്. ഇതുവഴി വരാം. ആ എടുക്കാം. അങ്ങനെ ഫെബിന് കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുടി വെട്ടിട്ട് ഇസ്റ്റാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് ശക്തി ക്യാഷ് ആൻഡ് ക്യാരി. ഈ ബാർബർ ഷോപ്പ് എന്ന് വെച്ചാൽ ഒട്ടിക്കത്ത തിരക്കാണ്. നേരെ പോസ്റ്റ് ആവുന്നത്. നമ്മൾ നേരെ ഫെബിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഫെബിൻ്റെ അടുത്ത് നിന്ന് ഫെബിനെ വിളിച്ചിട്ട് കാറ് പാർക്ക് ചെയ്തു. അവിടെ വെയിറ്റ്, നമുക്ക് ഈ സ്പോട്ടിലാണ് കാറ് പാർക്ക് ചെയ്യേണ്ടത്. മറ്റേ കടക്കാരനാണ് ഫെബിൻ. കാറ് പാർക്ക് ചെയ്തു. കയറൂല ഞാൻ ബ്ലോക്കാക്കും. കാറ് പാർക്ക് ചെയ്യുന്നത് ഇവന്റെ ഒരു പ്രവൃത്തികാരൻ ബ്ലോക്ക്. നേരെ പിടിച്ചിട. ഒരു ചേച്ചി എന്ന് അവനെ തെറി വിളിച്ച്. ആ ചേച്ചി ഇല്ല കടയിലുള്ളതൊക്കെ ഉണ്ട്. ആ കടയിരുന്ന് കാണുക. കുറെ നേരമായിട്ട് കാറിരുന്ന് എന്താ കാണിക്കുന്നത്? ഫ്രണ്ടിലോട്ട് എടുക്ക്. ചേച്ചി ഇത്ര സ്ഥലം ഉണ്ടിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. എന്നിട്ട് ചേച്ചി ഇതേ കാറ് കുറെ ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മുടെ ഡ്രൈവർ പോരും. എന്ത് ബ്ലോക്ക് ആക്കിയെന്നറിയാം. എന്ത് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്ന റോഡാ.
ഇപ്പൊ വരും. അമ്മേ ചിരിക്കുന്ന നോക്ക് ചിരി കള്ള പന്നി. നമ്മള് ഗ്രോസറിക്ക് പോവുകയാണ്. ഒരു റിവേഴ്സ് പാർക്കിങ്ങിനൊരു ഒരു ചീപ്പ് കോഡുണ്ട്. ഗ്രോസറി വാങ്ങാൻ പോവാണ്. ഗ്രോസറി നമുക്കെന്താ പൊടി വേറെന്താ വേണ്ടത്? വേറെ എന്തെങ്കിലുമൊക്കെ വേണോ നോക്ക്. എന്തേലും ഇനി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരരുത്. പെട്ടെന്ന് വന്നിട്ട് വണ്ടി ഫൈൻ അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങണം. അങ്ങോട്ട് പോകും. നോക്കാം, അങ്ങോട്ട് പോവാം. മുളകുപൊടി എടുത്തു, മല്ലിപ്പൊടി എടുത്തു. എന്നാലും നീ എന്ത് ബ്ലോക്കാടാരോ 5 മിനിറ്റിലാക്കിയത്. ആ ചേച്ചി പറയാം എൻ്റെ അടുത്ത് ഇത്ര സ്ഥലമുണ്ട് എന്നിട്ടും കാറ് ആവുന്നില്ല. ഞാനിവിടെ ക്യാമറയിൽ കണ്ടു. ആ പോപ്കോൺ ഉണ്ടാക്കാം. യെസ്, കോൺ വാങ്ങിച്ചു. കോൺ നമുക്കൊരു പോപ്കോൺ ഉണ്ടാക്കാം. വേറെന്താ? വേറെ പപ്പടം വേണോ? വേണ്ടല്ലോ. വേണ്ട, പപ്പടം ഒന്നും വേണ്ട. അച്ചാറ് അച്ചാറിൻ്റെ ഒക്കെ വില കണ്ടോ? 2.29 പൗണ്ട്. നഷ്ടമൊന്നുമില്ല. പോകുമ്പോ നീ എടുത്തു. അപ്പൊ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി. ബില്ലടിക്കും. ഞാൻ കാറിൻ്റെ അടുത്ത് പോയി കിട്ടും. ആ താ, അല്ലെങ്കിൽ ഞാൻ ബില്ലടിക്കാം. നീ പോയി നിന്നോ. സോറി. കാറിൻ്റെ അടുത്ത് ആള് നിന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് പോയി അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചു. സാധനം വാങ്ങിച്ചു. ടൂർ നടന്നേ 4 എൻ്റെ ഫെവിരെ. അറിയില്ല. അപ്പൊ ഞാൻ വരുമ്പോ ഇങ്ങനെ കൊണ്ട നിർത്തി ഞാൻ ഇങ്ങനെ എടുക്കാനും നോക്കിയ അതേ ബേക്കിൽ വണ്ടി വന്നു. നീ ഒരു സ്ഥലത്തോട്ട് പോയി, ഞാൻ പറഞ്ഞുതരാം. ഞാനിത് പഠിക്കാൻ പഠിച്ചു. ഇപ്പോഴല്ല, ഇവിടുത്തെ ക്ലാസ്സിൽ എന്താ ഇവിടെ ലൈസൻസ് എടുക്കുമ്പോഴേ പഠിച്ചത്. ബാങ്ക് എടുക്കണേ. അവിടുന്ന് ചേച്ചി വരെ ഇറങ്ങി വന്ന പറഞ്ഞു. ചേച്ചി എവിടെ നിന്ന് ഇറങ്ങി? ആ കടയിൽ ക്യാമറ നോക്കിയപ്പോ ചേച്ചി കണ്ടു കുറേ നേരമായിട്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നു. ചേച്ചിയുടെ പേടി എന്താന്ന് വെച്ചാൽ ഒരു കാറല്ല പോകുന്നത്, ഫ്രണ്ടിൽ കിടക്കുന്ന കാറും ബാക്കിൽ കിടക്കുന്ന ഈ കാറും ബാക്കിൽ കിടന്ന കാറും ചേച്ചിയുടെയാ. അത് രണ്ട് ആ കടയിലെയാ. ഞാനൊരു കൊണ്ടില്ലേ അതിലെടുത്തോ. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തോ. പ്രോ റൈഡർ ഫെബിൻ. പ്രോ റൈഡർ ഫെബിൻ്റെ ഇവിടെ വിന്റർ ഉണ്ട്. വിന്റർ മരങ്ങൾ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണ്ടത്തെ വീട് കാണിക്കാം. ഞങ്ങള് പോട്ട് ലിറ്റിൽ ബിറ്റ് ഫ്രണ്ട് ലിറ്റിൽ ബേബി ഇതെങ്ങാണ്ടാണ്. അതാ 194 ഞങ്ങളെ പണ്ട് നിന്ന വീടാ. പണ്ടെന്ന് വെച്ചാ കഴിഞ്ഞ വർഷം ഫെബ്രുവരി വരെ നിന്ന വീടാണ് ഈ കാണുന്നത്. വീടൊക്കെ സെറ്റായി. അയ്യോ, അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ കൗൺസിലിന്റെ വേസ്റ്റ് എടുക്കാൻ അപ്പൊ നമ്മള് റൂട്ട് മാറ്റി ഇനി അങ്ങോട്ട് പോകണം. ഇത് 1 വേ ഉണ്ടോ? അങ്ങോട്ട് ആരും വരുന്നത്. ഓക്കെ, ഞങ്ങള് മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. ഈ റോഡ് കണ്ടോ?
നമുക്ക് ലൈനിൽ നിന്നാ മതി. ഇത് ബസ് ലൈനാണ്. നേരെ അപ്പുറത്തെ ലൈനിൽ നേരെ അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്നാലും മതി. ഇപ്പുറത്ത് നിന്നു എപ്പോൾ കണ്ടില്ല ആ ബാക്കിലുണ്ട്. അത് ബസ് ലൈനാണ്. അത് നമുക്ക് ചില സമയങ്ങളിൽ കയറാൻ പറ്റില്ല. മൂവ്മെന്റ് നടന്നോണ്ടിരിക്കുന്നത് തമാശ. നേരല്ലേ പോയി പോട്ട് ഇവിടെ നിന്ന് നിർത്തല്ലേ, നിർത്തുന്നൊന്നുമില്ല. അതായത് തന്നെ ഇതാണ് ബസ് ലൈൻ. ഇത് നമുക്ക് കയറാൻ പറ്റൂല. കയറാൻ പറ്റാത്ത സമയം എന്ന് വെച്ചാൽ എവിടെ ബോർഡ് കണ്ടു. ഈ ബോർഡിലുണ്ട് രാവിലെ 7 തൊട്ട് 10 മണി വരെ. ഇപ്പൊ കയറാട്ടോ, സോറി ഇപ്പൊ കയറിയില്ല. രാവിലെ 7 മണി തൊട്ട് രാവിലെ 10 മണി വരെ ഉള്ളു ആ ലൈനിൽ കയറാൻ പറ്റുന്നത്. ആ ലൈനിൽ കയറി കഴിഞ്ഞാൽ ഫൈൻ. അതൊക്കെ ഇവിടൊക്കെ 20 മൈൽ സ്പീഡാണ്. ഇതാണ് ലണ്ടൻ്റെ കുഴപ്പം. ഈ 20 മൈൽ സ്പീഡിൽ നമ്മൾ പിടിച്ച് നേരെ പോയത്. നേരെ നേരെ അങ്ങനെ നമ്മൾ ഏകദേശം വീടെത്താറായി. ഗ്രീൻ സിഗ്നലാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. നാട്ടിലെ പോലെയല്ല ഇവിടെ നമ്മൾ ഇത്തിരി കോൺഷ്യസ് ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ഏത് വഴിയിൽ നിന്നാണ് ഫൈൻ വരുന്നതെന്ന് പറയാനേ പറ്റും. അതാ 20ക്ക് മേലെ കയറ്റണ്ട. എല്ലാം 20 മൈൽ സ്പീഡാണ്. കൂടുതൽ ആൾക്കാർ സൈക്കിളാണ് പോയത്. വർക്കിന് പോകാൻ വേണ്ടി സൈക്കിൾ. അതാണ് ഇവിടെ നല്ലത്. പിന്നുള്ളത് കാറ്. നമ്മൾ പോയപ്പം എന്ത് വെളിച്ചമുള്ള സ്ഥലമായിരുന്നു. നല്ലൊരു സമയമായിരുന്നു. നമ്മൾ പോയത് എത്ര മണിക്കായിരുന്നു? 11 മണിക്ക് 12 മണിക്കൊന്നല്ല, 1 മണിക്ക് മുന്നേ പോയില്ല. 1 മണിക്ക് അങ്ങോട്ട് പോയത്. നമ്മൾ വരുന്നത് 4 മണിയായപ്പോഴത്തേക്ക് നോക്കേ നമ്മുടെ നാട്ടിലൊരു രാത്രിയല്ല വൈകിട്ട് ഒരു 6 ആയ അന്തരീക്ഷമായി. പാർക്കിലും പോകാൻ പറ്റില്ല. 8 കേട്ടാ നേരെ പോട്ടോ കൂട്ട് അങ്ങോട്ട് നമുക്ക് ബാക്ക് ഇട്ടിട്ട് കേട്ടായിരുന്നു. റിവേഴ്സിലുണ്ടായിരുന്നല്ലേ, നാളാമര എടുക്കുന്നല്ലേ. ഫ്രണ്ട് വെച്ചാ പോരെ. പ്രോ റൈഡർ ഫെബിൻ കാറ് കൊണ്ടുവന്നിടാൻ പോവാണ്. ബാക്കിലെ വണ്ടി നാട്ടില് വയനാട് ചൊര ഇറക്കിയ പറഞ്ഞിട്ട് എന്താ ലണ്ടനില് ബ്ലോക്ക് ആക്കിയില്ലേ? ബ്ലോക്ക് ഒന്നും ആയില്ല. വണ്ടി പിന്നെ സിഗ്നലില് പിന്നെ എനിക്ക് കയറ്റി നിർത്തണമെങ്കിൽ ഇടിക്കല് ക്ലച്ച് ചവിട്ട് ഗിയറിട്. നമ്മള് വീട്ടിലെത്തി. ഇനി വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, സീ യു ദെൻ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. ഡോറ് തുറന്ന് അകത്ത് കയറുന്നു. Get inside. Yes. അങ്ങനെ നമ്മളെത്തി. നമ്മള് വീട്ടിലെത്തിയപ്പോ അഖില് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പുട്ടെന്തിയാടാ? അത് മാവ്, അതിന് പുട്ടൊന്നും പറയില്ല. തെറ്റിദ്ധരിച്ചു. മാവ് പുട്ടുണ്ടാക്കണേ. ഞാൻ വലിയ അടുത്ത് കാണിക്കോ തുറന്നിട്ട് പുട്ടുണ്ടാക്കിയെന്ന്. പക്ഷെ അവൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മുഴുത്ത പീസ് ചിക്കൻ കറി ഉണ്ട്. ഇനി നമ്മള് പുട്ടുണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ചില്ലി ഇടാണ്ട് പുട്ടുണ്ടാക്കി. ഇതാണ് നമ്മുടെ ട്രെൻഡ്സെറ്റർ നോർമൽ കോസ്റ്റ് ഔട്ട്ലുക്ക്. ഇതാണ് നോർമൽ കോസ്റ്റ്. ഇതൊക്കെ ട്രെൻഡ്സെറ്ററിന്റെ ആണ്. ഇതിന്റെ അല്ലേ തണുക്കാണ്ടിരിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയതാ.
La la la, little baby. Yes, yes. നിങ്ങൾ വിചാരിക്കും ലണ്ടനിലാവുമ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് ഫുഡായിരിക്കും. ഇംഗ്ലീഷ് ഫുഡായിരിക്കും കഴിക്കുന്നത് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മള് കഴിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ബിരിയാണി. നമുക്ക് ആദ്യം പുട്ട് കഴിക്കാം. പുട്ടും ചിക്കൻ കറിയും. ബിരിയാണി എടുക്കാം, അതിനകത്തുണ്ട്. ആ ഫ്രിഡ്ജിലുണ്ട്. ഇപ്പൊ തന്നെ വരും. ആരാ അങ്ങനെ. ആ ഗ്രേവി കണ്ടപ്പോ തന്നെ തോന്നുന്നുണ്ട് നല്ല. ചിക്കൻ എങ്ങനെ കഴിക്കുമെന്ന് അറിയില്ല. അത് മുഴുത്ത പീസല്ലേ, ഭയങ്കര കുക്കാണ് കഴിച്ചു. പുട്ട് റെഡിയാവും. ആവി വന്നു തുടങ്ങി പുട്ടിന്. പുട്ട് റെഡി. കിട്ടിയ പുട്ട് നമ്മൾ ഹാഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അഖിൽസാന്റെ ഇത് പീസാക്കി തരാം. ഇത് കാണുന്നണക്കല്ലേ പീസല്ലേ. ചെറിയ പീസ്. അതിൽ 2 വിങ്സ് ഒക്കെ ഉണ്ട്. ചാറാണ് സൂപ്പർ. വായനൊക്കെ വെള്ളം വരുന്നു ഗൈസ്, വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ, ഞാൻ ഗ്രേവി കാണുമ്പോ എന്താ കിട്ടേ ആ പുട്ടുണ്ട്, പുട്ടൻ ചിക്കൻ.